താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 8-ന് വിധി പറയും. കസ്റ്റഡിയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് നിയമത്തിന്റെ ആനുകൂല്യം നൽകരുതെന്ന് ഷഹബാസിന്റെ അഭിഭാഷകൻ അറിയിച്ചു. നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവും പ്രതികരിച്ചു. അവർ ഇന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജഡ്ജി നിങ്ങൾ കേട്ടല്ലോ, അതായത് ജഡ്ജി പറഞ്ഞത് ഞങ്ങളിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു. പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട ആറാടി മണ്ണിലുള്ളത്. അവരിന്ന് സന്തോഷത്തിൻ്റെ പുറമെ വന്നത്. അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവരിന്ന് വന്നത്. അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ നടന്നു പോകുന്നത്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ കൊലപാതകത്തിൽ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത്. കുട്ടികളെന്ന ആനുകൂല്യം കസ്റ്റഡിയിലുള്ളവർക്ക് നൽകരുതെന്നും ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഷഹബാസിന്റെ കുടുംബം കോടതിയിൽ വാദിച്ചു. നീതിപീഠത്തിൽ വിശ്വാസമുണ്ടെന്നും കേസിൽ മുതിർന്ന ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണം നടത്തണമെന്നും ഷഹബാസിന്റെ പിതാവ് ആവശ്യപ്പെട്ടു. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്കറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് അടുത്ത ബാച്ചിലേക്കുള്ളതെന്നുള്ളത്. പക്ഷേ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. നിർഭയ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിക്കെതിരെ കോടതിയിൽ നടന്ന വാദങ്ങൾ ഉദ്ധരിച്ചായിരുന്നു ഷഹബാസിന്റെ അഭിഭാഷകൻ വാദങ്ങൾ ഉന്നയിച്ചത്. കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ രീതി പരിശോധിച്ച് പ്രതികളായ വിദ്യാർത്ഥികളെ മുതിർന്നവരായി പരിഗണിച്ച് ശിക്ഷ നൽകണമെന്നാണ് ഷഹബാസിന്റെ അഭിഭാഷകൻ വാദിച്ചത്. വെരി ഹീനമായ ഒരു വലിയ കേസാണിത്. ഇന്ത്യയിൽ തന്നെ വളരെ റയറസ്റ്റ് കേസ്. അതുകൊണ്ട് പ്രതികളെന്ന് നമ്മൾ പറയുന്നില്ല, ഈ CWL യാതൊരു കാരണവശാലും നിയമത്തിൻ്റെ യാതൊരു ആനുകൂല്യവും ഇപ്പോൾ അർഹിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജാമ്യാപേക്ഷ തള്ളുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവധിക്കാലമായതിനാൽ 6 വിദ്യാർത്ഥികളെയും രക്ഷിതാക്കൾക്കൊപ്പം വിടണമെന്നും 34 ദിവസം ജയിലിൽ കിടന്നത് ശിക്ഷയായി കാണണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. താമരശ്ശേരി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രിസ്റ്റ് ട്യൂഷൻ സെന്ററിന്റെ സമീപത്ത് വെച്ചാണ് കൂട്ടത്തല്ല് നടന്നത്. ഇവിടേക്ക് ഷഹബാസിന്റെ വീട്ടിൽ നിന്നും 7 കിലോമീറ്റർ ദൂരമുണ്ടെന്നും ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളല്ലാത്ത ഷഹബാസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ എന്തിന് SSLC പരീക്ഷയ്ക്ക് തലേദിവസം അവിടേക്ക് എത്തിയെന്ന ചോദ്യവും പ്രതിഭാഗം ഉന്നയിച്ചു. കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. വിദ്യാർത്ഥികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരാണെന്നും വാദമുയർന്നു. കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ തെളിവടങ്ങുന്ന പെൻഡ്രൈവ് വാദിഭാഗം കോടതിയിൽ ഹാജരാക്കി. വിശദമായ വാദം കേട്ട കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ഈ മാസം 8-ലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.